ഈ ഓളപ്പരപ്പിലെ ഉത്സവം അതിലേക്ക് നമ്മൾ എത്തുകയാണ്. 70ാമത് നെഹ്റു ട്രോഫി ജനമേള നാളെ പുന്നമടക്കായലിൽ നടക്കാൻ പോവുകയാണ്. 9 വിഭാഗങ്ങളിലായി 74 വള്ളങ്ങളാണ് ജലമേളയിൽ ഇത്തവണ മത്സരിക്കുക. ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച ജലമേള വള്ളംകളി പ്രേമികളുടെ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് വീണ്ടും നടത്താനായി തീരുമാനിച്ചത്. ആഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് സാധാരണ വള്ളംകളി. 1 മാസം പിന്നിട്ട് ജലമാമാങ്കം അരങ്ങേറുമ്പോൾ ആവേശം ഒട്ടും ചോരാതെ സംഘടിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം പരമാവധി ശ്രമിക്കുന്നുണ്ട്. ചുണ്ടൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ 19 വള്ളങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. ഇരട്ടുകുത്തി, വെപ്പ, തെക്കനോടി എന്നിവയുടെ വിവിധ വിഭാഗങ്ങളിലായി 55 ചെറുവള്ളങ്ങളും ആവേശപ്പോരിനിറങ്ങും. തീയതിയിൽ മാറ്റം വന്നതുകൊണ്ട് തന്നെ ടിക്കറ്റ് വിൽപ്പനയിൽ വലിയ കുറവുണ്ടായതായാണ് സൂചന. നമ്മളെ ടിക്കറ്റിന്റെ വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ട് 5 ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾ വഴിയും അതോടൊപ്പം തന്നെ ബാങ്ക് ഓഫ് ബറോഡ, SBI എന്നീ ബാങ്കുകളുടെ ഓൺലൈൻ ടിക്കറ്റും വിൽപ്പന പുരോഗമിക്കുന്നു. 9 വിഭാഗങ്ങളിലായിട്ട് 74 വള്ളങ്ങളാണ് പ്രാവശ്യം പങ്കെടുക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ ഭാഗത്തിൽ 19 വള്ളങ്ങളുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജലമേള ഉദ്ഘാടനം ചെയ്യാനായി എത്തുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് 2 മണിയോടടുത്താണ് ഉദ്ഘാടന സമ്മേളനം. ചെറുവള്ളങ്ങളുടെ മത്സരം രാവിലെ 11-നാണ് തുടങ്ങുക. 1800ഓളം പോലീസുകാരെയാണ് മേളയുടെ സുരക്ഷ ഒരുക്കുന്നതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. അപ്പോൾ നമുക്ക് നാളെ ഓളപ്പരപ്പിലെ ആവേശം കാണാം അല്ലേ? ന്യൂസ് 18 എന്തായാലും വളരെ വിപുലമായി തന്നെ അത് ആഘോഷിക്കാനും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം നമ്മൾ അത്തരത്തിൽ വളരെ കളർഫുൾ ആക്കിയിരിക്കും.